സംഭവിച്ച സദസ്സിന് സാദരം കൂപ്പുകയും. നമ്മുടെ ദൈവോന്മുഖമായ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക പുണ്യമാണ് വിശ്വാസം. എന്റെ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായും ആശ്രയിപ്പെടുന്നത് വിശ്വാസം എന്ന പുണ്യത്തിലൂടെയാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടിൽ വിശ്വാസം എന്നത് ദൈവമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കടനകളിൽ വിശ്വാസം എന്ന പുണ്യത്തിലൂടെ എന്റെ ജീവിതത്തിലുള്ള ഭയത്തെ ഞാൻ ഇല്ലായ്മ ചെയ്യുകയാണ്. അതിനാൽ വിശ്വാസത്തിന്റെ കണ്ണികൾ ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ്. ഈ വിശ്വാസം കൈമാറ്റം ചെയ്യാൻ പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പസ്തോലന്മാർ വരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഉത്തരാധുനിക യുഗത്തിലെ ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ദൗത്യം. വിശ്വാസം തലമുറകളിലേക്ക് കൈമാറുക. ദൈവവിശ്വാസം ഇന്നിന്റെ ആവശ്യകതയാണ്, നാളെയുടെ അടിയന്തര ആവശ്യമാണ്. ദൈവവിശ്വാസത്തിന്റെ വ്യത്യസ്ത മാനങ്ങൾ നമ്മൾ കൈമാറിയില്ലെങ്കിൽ പുതിയ തലമുറയെ ക്രിസ്തുവിനായി വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കില്ല. വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തെ കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ തിരുസഭയുടെ ചെറു പതിപ്പുകളായി രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ദൈവ കേന്ദ്രീകൃതമാക്കുന്നു. ക്രിസ്തുവിൽ ഒരു നവസമൂഹം സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സമൂഹം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. തന്റെ സുഖം മാത്രം തേടുന്ന, ലൗകിക സുഖങ്ങൾ മാത്രം അന്വേഷിക്കുന്ന, സഹോദരൻ ഇടം കൊടുക്കാത്ത, മറ്റുള്ളവരോട് പ്രതിബദ്ധതയില്ലാത്തൊരു സംസ്കാരം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോടും മനുഷ്യരോടും നിസ്സംഗതയോടെ പെരുമാറുന്ന ഒരു സമൂഹം. കരളലിയിപ്പിക്കുന്ന യുദ്ധരംഗങ്ങളും ജീവൻ ഹോമിക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും, സഹോദരന്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാത്ത അക്രമങ്ങളും, സ്വത്വം നഷ്ടപ്പെടുന്ന സമൂഹങ്ങളും, അനുദിനം അങ്ങനെ ഏൽക്കുന്ന കുടുംബ ബന്ധങ്ങളും, ലക്ഷ്യബോധമില്ലാത്ത യുവതലമുറയും ഭാവി നഷ്ടപ്പെടുന്ന പുതുതലമുറയും വിശ്വാസ കൈമാറ്റത്തിന്റെ കുറവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇന്ന് ബ്രിട്ടനിലും ഫ്രാൻസിലും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വിശ്വാസ കൈമാറ്റത്തിന്റെ അഭാവം വെളിപ്പെടുത്തുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ക്രിസ്തു വിശ്വാസത്തിൽ സജീവമാകുന്ന, പ്രവർത്തന നിരതമാകുന്ന സമൂഹം ഈ കാലഘട്ടത്തിന് അടിയന്തര ആവശ്യമാണ്. വേരുകളിലേക്ക് തിരിച്ചു പോവുക എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് നമ്മുടെ അനുദിന പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസ കൈമാറ്റം ചെയ്യണം. തിരുസഭയോട് ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി പ്രവർത്തിക്കുമ്പോൾ നാം ഒരു നവതലമുറയെ വാർത്തെടുക്കുന്നവരാകും. വിശ്വാസ പരിശീലനത്തിലും മിഷൻ ലീഗിലും യുവജന കൂട്ടായ്മയിലൊക്കെ സജീവമായി പങ്കെടുക്കുമ്പോൾ നാം ഒരു നവതലമുറയെ വാർത്തെടുക്കുന്നവരാകും. അതിനാൽ വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയമുള്ള, പരിശുദ്ധ കുർബാനയാൽ തുറക്കപ്പെടുന്ന മിഴികളും അഭിഷേകത്തിൽ നിറഞ്ഞ മനസ്സുമുള്ള ഒരു തലമുറ വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രിസ്തു.